ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സിന് സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ. സോ അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ റിലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടത്. സോ അതിൽ ഫസ്റ്റ് നമുക്ക് പി ഗ്രേറ്റർ ദാൻ ആണ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂ ലെസ് ദാൻ ആണെന്ന് തന്നിട്ടുണ്ട്, പിന്നെ ആറ് നോട്ട് ഗ്രേറ്റർ ദാനും എസ് നോട്ട് ലെസ് ദാനും ടി ഈക്വൽ ടു സൈനുമാണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത് 2x(3y) ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2x ഈസ് നോട്ട് ലെസ് ദാൻ എന്നാണ്. അപ്പം നമുക്കതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ എഴുതാം. സോ 2x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3y. അടുത്തതിന് 3x ഈസ് t(4z) ആണ്. സോ 3x ഈക്വൽ ടു 4z എന്ന് എഴുതാം. അതുപോലെ തന്നെ 9y ഈസ് p(8z) ആണ്. സോ 9y ഗ്രേറ്റർ ദാൻ 8z ആക്കി എഴുതാം. ഇത്ര എഴുതിയിട്ട് ഇനി ഇതിൽ 3x ഈക്വൽ ടു 4z എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? 4z/3 എന്നാക്കി എഴുതാം. 4z/3 ആണ് എക്സ് എങ്കിൽ എക്സിന്റെ പ്ലേസിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. സോ 8z/3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3y എന്ന് വരും. സോ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9y. സോ 8z 9y വലുതാന്ന് പറയുന്നത്, ഇവിടെ 9y 8z വലുതാന്ന് പറയുന്നത്. സോ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്താണ്? കൺസിസ്റ്റന്റ് അല്ല, രണ്ടും കോൺട്രഡിക്റ്റിംഗ് ആണ്. സോ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് ഈസ് ഓക്കെ എക്സ് ക്യൂ 2y ആണ്. സോ ക്യൂ നമുക്കറിയാം ലെസ് ദാൻ ആണ്. സോ എക്സ് ലെസ് ദാൻ 2y എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലാണ്. ഇനി വേറെ തന്നിട്ടുള്ളത് y r z ആണ്. ആർ എന്ന് പറഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ ആണ്. y r z നോട്ട് ഗ്രേറ്റർ ദാൻ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു z എന്ന് എഴുതാം. അതുപോലെ തന്നെ എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ z എന്നാണ് പറഞ്ഞിട്ട് അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു z എന്ന് എഴുതാം. ഇനി ഇതിൽ എക്സിന് എക്സ് ലെസ് ദാൻ 2y നമുക്ക് എങ്ങനെ എഴുതാം? x/2 ലെസ് ദാൻ y എന്ന് എഴുതാം. x/2 ലെസ് ദാൻ y ആണെങ്കിൽ ഈ വൈൻ്റെ പ്ലേസിൽ നമ്മൾ x/2 എഴുതുമ്പോൾ x/2 ഈസ് ലെസ് ദാൻ z എന്ന് എഴുതിക്കൂടെ? സോ x/2 ലെസ് ദാൻ z ആണെങ്കിൽ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? ലെസ് ദാൻ 2z എന്ന് എഴുതാം. സോ എക്സ് 2z ചെറുതാണെങ്കിൽ എന്താണ്? എക്സ് 2z ചെറുതാണ്. ആൾസോ എക്സ് എന്തിനേക്കാളും വലുതാണ്? 2y വലുതാണ്. പക്ഷെ y z ചെറുതാന്നും പറയുന്നുണ്ട്. സോ എക്സ് 2y ചെറുതാണ്, അതുപോലെ തന്നെ 2z ചെറുതാണ്. പക്ഷെ y z ചെറുതാന്നും പറയുന്നുണ്ട്. പിന്നെ എക്സ് z ചെറുതാന്നും പറയുന്നുണ്ട്. സോ ഇത് മൊത്തത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കോൺട്രഡിക്റ്റിംഗ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. So our answer is neither 1 nor 2. Option number D, neither 1 nor 2 is our correct answer.